RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാനം ഗോവിന്ദൻ മാസ്റ്റർക്കും പറയേണ്ടി വന്നു. അതെ, ഇന്ന് RR ടോക്സ് കൈകാര്യം ചെയ്യുന്ന വീഡിയോ PA മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഗോവിന്ദൻ മാസ്റ്റർ വയനാട്ടിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ദേശിച്ചത് പിണറായി വിജയനെ മാത്രമാണെന്നും അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിലൊന്ന് നേരെയാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് മറുപക്ഷവും പറയുന്നു. ജഗതി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇത് എന്നെ തന്നെയാണ് പറഞ്ഞത്, എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത് എന്ന രീതിയിലാണ് കൂടുതൽ ആൾക്കാരും കാണുന്നത്. എന്തായാലും മാസ്റ്റർ പറഞ്ഞ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും നമ്മൾ ഓരോരുത്തരും വിചാരിക്കുകയാണെന്നും എന്നാൽ എല്ലാവരെയും രൂപപ്പെടുത്തിയത് നാടും പാർട്ടിയുമാണെന്ന ബോധം വേണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ പറഞ്ഞു. ഞാനല്ല പാർട്ടി എന്ന് എല്ലാവർക്കും വിചാരം വേണം. രണ്ടാം തവണ ഭരണത്തിലേറിയപ്പോൾ തെറ്റായ ചില പ്രവണതകൾ മുളപൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുതലാളിത്ത ഫ്യൂഡൽ ജീർണതകൾ ബാധിക്കാതിരിക്കാൻ നല്ല രാഷ്ട്രീയ ധാരണയോടെയും സംഘടനാ ബോധത്തോടെയും പ്രവർത്തിക്കാനാകണമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്കായി എത്രയോ സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട്. ഇപ്പോഴും ജീവച്ഛവങ്ങളായി കഴിയുന്നവരുണ്ട്. ഇവരെല്ലാം നടത്തിയ പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉൽപ്പന്നമാണ് ഞാനും നിങ്ങളും. ശരിയായ ദിശയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പുണ്ടാകണം. അതിന് ഭൂതകാലത്തിൻ്റെ അനുഭവം നമ്മൾ ഉൾക്കൊള്ളണമെന്നും ME ഗോവിന്ദൻ പറഞ്ഞു. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ആരോടാണ്? ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പിണറായി വിജയനോട് തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് ഇവിടുത്തെ സഖാക്കന്മാർ പോലും ആഗ്രഹിക്കുന്നത്. ഇന്ന് താഴെ തട്ടിലുള്ള സഖാക്കന്മാർ മുതൽ പാർട്ടി നേതാക്കന്മാർ വരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യമാണ്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ അർഹതയില്ലാത്ത അല്ലെങ്കിൽ ഭയക്കുന്ന ഒരു നേതൃത്വവും പാർട്ടി അണികളുമാണ് ഇന്ന് ഇടതുപക്ഷത്തെ നശിപ്പിക്കുന്നത്. ഇവിടെ ഗോവിന്ദൻ മാസ്റ്റർ ശരിക്കും പിണറായി വിജയനോട് നേരിട്ട് പറയേണ്ട കാര്യമായിരുന്നു ഇത്. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് CM-നോട് കൂടിയാണ് എന്ന് പറയാനുള്ള ആർജവം പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കേഡർ പാർട്ടിയാണ് എന്ന ന്യായീകരണവുമായി സഖാക്കന്മാർക്ക് എത്താമെങ്കിലും നേതാക്കന്മാരും ഭരണാധികാരികളും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന അവസ്ഥ ജനാധിപത്യ ബോധത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഇന്ന് CPIM നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. പിണറായി വിജയന്റെ ഒരു ചെയ്തികളെയും ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ പാർട്ടിക്കകത്തു നിന്നും ആർക്കും സാധിക്കുന്നില്ല എന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എങ്ങും തൊടാതെയാണെങ്കിലും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഈ പ്രസ്താവന കൊള്ളേണ്ടടുത്ത് കൊള്ളുക തന്നെ ചെയ്യും. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.